വിളിക്കുമ്പോഴൊക്കെ പറയുമായിരുന്നു അമ്മ ഉപദ്രവിക്കുകയൊക്കെ ചെയ്യുന്നതിനെ കാണിച്ചിട്ടുണ്ട്, പലവട്ടവും കാണിച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ പൊന്നുമോളെ നീ എന്തിനാണ് ഇങ്ങനെ സഹിച്ചു കിടക്കുന്നത്? 21-ാം നൂറ്റാണ്ടിലിപ്പം പിള്ളേരൊന്നും ഇങ്ങനെ സഹിക്കത്തില്ല, നീ ഇനി പോരെ, നീ അവൻ്റെ വസ്തുവും വേണ്ട ഒന്നും വേണ്ട, നീ ഇനി പോരാൻ ഞാൻ പലവട്ടം ഞാൻ പറഞ്ഞതാ. ഒരു പെൺകുഞ്ഞുണ്ട്, അതിനെ നീ നല്ല രീതിയിൽ നാട്ടിൽ നിന്ന് വളർത്തിയിടുന്ന ഞാൻ പലവട്ടവും പറഞ്ഞതാ എൻ്റെ കുഞ്ഞിനോട്. അന്നേരമൊക്കെ അവള് പറയാം, അമ്മ എൻ്റെ കുഞ്ഞിൻ്റെ പഠിത്തം നോക്കിയാ ഞാൻ ഇതെല്ലാം സഹിക്കുകയും ക്ഷമിക്കുകയും ചെയ്യുന്നത്. എൻ്റെ കുഞ്ഞ് ഒരിക്കലും ആത്മഹത്യ ചെയ്യത്തില്ല. എൻ്റെ കുഞ്ഞിനെ പല ദിവസങ്ങളിലും അവൻ ഉപദ്രവിക്കുന്ന രംഗങ്ങളൊക്കെ എൻ്റെ പൊടിമോളും കണ്ടിട്ടുണ്ട് വെളിനാട്ടിൽ ചെന്ന് നിന്നിട്ടുള്ളപ്പോൾ. ഈയിടെ 2-3 ദിവസത്തിന് മുമ്പ് ഒരു വീഡിയോ എനിക്ക് അയച്ചു തന്നെ. എൻ്റെ കുഞ്ഞിൻ്റെ ശരീരം മൊത്തം അടിച്ച പാടുകൾ, പ്ലേറ്റ് വെച്ച് തലയ്ക്ക് അടിച്ച് 3-4 തുണ്ടായി പ്ലേറ്റ്, എന്നിട്ട് ശരീരത്തിന്റെ കൊങ്ങായിക്ക് കുത്തിപ്പിടിച്ച് എല്ലാം പാടുകളായിരുന്നു എൻ്റെ കുഞ്ഞിൻ്റെ. അന്നേരം അത് കണ്ടിട്ട് ഇവിടെ എല്ലാം കീറിക്കിടന്ന് ശരീരം മൊത്തം പാടാ. അപ്പൊ ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നുമോളെ നീ എന്തിനാണ് ഇങ്ങനെ സഹിക്കുന്നത്, നീ ഇനി പോരാൻ പറഞ്ഞ്. എനക്ക് ഒന്നുമില്ലേലും ഇവിടെ ഇച്ചിരി വകയുണ്ട്, നീ എന്തിനാ അവന്റെ വസ്തുവും വീടും ഒന്നും അമ്മക്ക് വേണ്ട, സഹിക്കാൻ പറ്റത്തില്ല, ബന്ധം ഒഴിഞ്ഞു കളമോളെ, നിനക്കൊരു കുഞ്ഞു കിടപ്പൂല, അതിന് അമ്മയില്ലാതാക്കല്ലേ എന്ന് ഞാൻ പറഞ്ഞതാ. അമ്മ നാട്ടിലേക്ക് വരാൻ പറഞ്ഞപ്പോഴൊക്കെ എന്താണ് അതുല്യ മറുപടി പറഞ്ഞത്? ഈ മകളെ ഓർത്ത് തന്നെയാണ് അവിടെ കഴിഞ്ഞത്? എന്റെ മോളെ അടിച്ചു കൊന്നതായിരിക്കും, അടിച്ചു കൊന്ന് കെട്ടിത്തൂക്കിയതായിരിക്കും, അല്ലാതെ ഒരിക്കലും അവളെ ആത്മഹത്യ ചെയ്യത്തില്ല. നല്ല വിശ്വാസമുണ്ട് ഞങ്ങൾക്ക്. ഈ തൊട്ടടുത്ത് തന്നെ അതുല്യയുടെ സഹോദരി ഉണ്ടല്ലോ ഷാർജയിൽ, അപ്പൊ ഇങ്ങനെ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. പറഞ്ഞോളൂ. ഇന്നലെ എൻ്റെ കുഞ്ഞ് ആ ഇളയ മോടെ അടുത്ത് പോയി, അവള് ബിരിയാണിയൊക്കെ ഉണ്ടാക്കി കൊടുത്ത് മാങ്ങയൊക്കെ പൂളിയൊക്കെ കഴിച്ച് അങ്ങനെ വീഡിയോ കോളിൽ എന്നെ വിളിച്ചത് കാണുകയും ചെയ്തതാ. അവരാഹാരം കഴിക്കുന്നത് ഞാൻ കണ്ടതാ. ഭയങ്കര ഹാപ്പിയായിരുന്നു അനിയത്തിയും ചേട്ടത്തിയൂടെ. അവള് ജോലിക്ക് ഇന്ന് പോകാനായിട്ട് ഇന്നിരുന്ന അവള്. അങ്ങനെയുള്ള ഒരു കുഞ്ഞ് ഒരിക്കലും ആത്മഹത്യ ചെയ്യത്തില്ല. നല്ല ഉറച്ച വിശ്വാസമുണ്ട് എൻ്റെ കുഞ്ഞ് ആത്മഹത്യ ചെയ്യത്തില്ല. 2 തവണ അവള് ജോലി കയറിയതായിരുന്നു. ഒരു ട്രാവൽ ഏജൻസിയിൽ ഒരു ദിവസം പോയി. അപ്പൊ അവിടെ ജോലി ചെയ്ത ഒരു പയ്യൻ എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചാൽ അതിന്റെ ഓണർ. അന്നേരം അവള് പറഞ്ഞ അത്ര സുന്ദരനല്ല എന്നാ. അപ്പൊ അവൻ സംശയം കൊണ്ട് പിറ്റേന്ന് അവൻ ജോലിക്ക് പോകാതെ അവിടെ ചെന്ന് നോക്കി. അപ്പൊ ആ പയ്യൻ സുന്ദരനാന്നും പറഞ്ഞ് അവൻ പോണ്ടാന്ന് പറഞ്ഞു. ഒരു ദിവസം ജോലി കയറി, പിന്നെ 2 ദിവസം വേറെ ലുലു മാളി അങ്ങനെ പോയി. 2 ദിവസം ജോലി ചെയ്തപ്പോഴും അത് ഇതായിട്ട് ബില്ലിംഗ് സെക്ഷനാണ്. എന്നിട്ടും അവൻ വിടത്തില്ല. പിന്നെ വേണ്ട, ജോലിക്ക് രാത്രിയാവും, അവൻ ജോലിയും കഴിഞ്ഞ് വരുമ്പോ അവളെ അവിടെ കാണണമെന്നും പറഞ്ഞ് അതും വിട്ടില്ല. 3 അടുത്ത് അവള് ജോലിക്ക് പോയതായിരുന്നു.